ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മളിൽ പലർക്കുള്ളതാണ് നെഞ്ചെരിച്ചിൽ എന്ന് പറയുന്നത്. പക്ഷേ ചിലർക്കെങ്കിലും നെഞ്ചെരിച്ചിലിൻ്റെ കൂടെ തൊണ്ടയെരിച്ചിലും ഉണ്ടാവലുണ്ട്. തൊണ്ടയും നെഞ്ചും ഒരുമിച്ച് എരിയുന്ന ഒരവസ്ഥ. അതും അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തോ ഒരു ഭാരം പോലെ അല്ലെങ്കിൽ എന്തോ ഒരു മുഴ പോലെ, നെഞ്ചിലും അതേപോലത്തെ അവസ്ഥ, എന്തോ ഒരു കനം പോലെ എന്നൊക്കെ പറയലുണ്ട്. ഒരു തരത്തിലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, എന്ത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരിക. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തിരികെ ഒഴുകുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുന്നത്. എന്നാൽ ചിലർക്ക് എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. അതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അലർജി ഉള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കാം. നമ്മളെ വായിൽ തെളിഞ്ഞ വെള്ളം വരിക, പുളിച്ച ഒരു രുചി വരിക, വയറ് നിറഞ്ഞതായിട്ട് തോന്നുക, ഓക്കാനം വരിക, ഡ്രൈ ആയിട്ടുള്ള ചുമ വരിക, ചിലർക്കൊരു ശ്വാസത്തിനൊരു ബുദ്ധിമുട്ട് വരിക, പല്ലുവേദന വരിക, ശബ്ദത്തിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വരിക. അങ്ങനെ പല തരത്തിൽ ഉണ്ട് ഈ പറഞ്ഞതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും. നെഞ്ചിരിച്ചിൽ പലർക്കും ഇടയ്ക്കിടെയാണെങ്കിൽ മറ്റു ചിലർക്ക് വിട്ടുമാറാത്ത അവസ്ഥയിലാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പം നമുക്ക് ഇൻഫെക്ഷനുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മളെ മഞ്ഞൾ വെള്ളമാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ അതൊരു പണിയില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മഞ്ഞൾ വെള്ളം എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലോണം തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 മിനിറ്റ് അതങ്ങനെ വെക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ അതിലിരിക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, ഇപ്പം നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കലങ്ങിയിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ പൊടി അടിയിലേക്ക് ഇങ്ങനെ അടിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്തിട്ടല്ല കുടിക്കേണ്ടത്. നമ്മൾ ആ പൊടിയൊക്കെ അടിഞ്ഞതിന് ശേഷം മേലെ തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളമാണ് നമ്മൾക്ക് കുടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് തരം കൊണ്ടാണ് നമുക്ക് ഈ നെഞ്ചെരിച്ചിലും തൊണ്ടയെരിച്ചിലും ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഇതും കുടിക്കണം കേട്ടോ. രാവിലെ കുടിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ അത് കുടിക്കുക. അതിനുശേഷം നമുക്ക് ഉള്ള മരുന്ന് എന്ന് പറയുന്നത് ഇതൊരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കിൽ കാണും കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ പീസ് 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് 1/2 ടീസ്പൂൺ അളവിൽ അയമോദകമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തൊലി കളയാണ്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. ഇഞ്ചിയുടെ തൊലി കളയേ ചെയ്യേണ്ട. പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഇലകളാണ്, വലിയ തണ്ടായതുകൊണ്ടാണ് ഞാൻ 2 തണ്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളെ കയ്യിൽ ചെറുതൊക്കെ ആണെങ്കിൽ 4 തണ്ടിൻ്റെ അളവ് വരെ എടുക്കണം കേട്ടോ. ഇനി അയമോദകം അറിയാത്തവരാണെങ്കിൽ ഇതാണ് നമ്മൾ അയമോദകം. നമ്മളിത് ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അയമോദകം കാഴ്ചക്ക് നമ്മളെ പെരുംജീരകത്തിൻ്റെ പോലെയാണെങ്കിലും പെരുംജീരകത്തിൻ്റെ അത്രക്ക് അങ്ങോട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് അയമോദകം. അപ്പോൾ നമ്മൾ എടുത്ത ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വേപ്പിൽ ആ തണ്ടിനൊന്ന് കളഞ്ഞിട്ട് നമ്മൾ ഇല മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അയമോദകവും ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും കൂടെ നമ്മൾ ആ വെള്ളത്തിലോട്ട് 1 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് അത് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മരുന്ന് കേട്ടോ. അത് തിളപ്പിച്ച് കിട്ടുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഈ എല്ലാ ബുദ്ധിമുട്ടിനുള്ള ഒരു പരിഹാരം കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തിളക്കാൻ വെക്കുന്നുണ്ട്. എല്ലാതും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളത് തിളക്കാനായിട്ട് വെക്കുക കേട്ടോ. ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളക്കാൻ വെക്കുക. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ പുറത്ത് വരുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നന്നായി തിളച്ചെന്നാണ്. അപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും വേപ്പിൻ്റെ ഇലയും ഇഞ്ചിയൊക്കെ മേലെ തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായിട്ട് അതായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് അത് മാറ്റിയിട്ട് ഒന്ന് 5 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ വേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും എല്ലാതും താഴോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ വെള്ളം ശരിക്ക് കറക്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മരുന്ന്. ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കളറ് വന്നിട്ട് ഒരു നമ്മളെ വേപ്പിൻ്റെ ഇലയുടെ ഒരു കളറില്ല, ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റുമോ,
നമ്മൾ ജീരകമൊക്കെ തിളപ്പിച്ചാൽ കിട്ടുന്നൊരു കളറിൻ്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ. ലൈറ്റ് യെല്ലോ കളറൊക്കെയാണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മളെ മരുന്ന് കേട്ടോ. ഈ വെള്ളം നമ്മൾ രാവിലെ കുടിക്കുക. ഇനി ഭക്ഷണത്തിന് മുമ്പ് 1/2 ഗ്ലാസ്, ഭക്ഷണത്തിന് ശേഷം 1/2 ഗ്ലാസ്, അങ്ങനെ 3 ദിവസം നിർബന്ധമായിട്ടും നിങ്ങൾ കുടിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ ഈ ബുദ്ധിമുട്ട് മാറിപ്പോവുള്ളൂ. അതുപോലെ നേരത്തെ പറഞ്ഞ നമ്മൾ മഞ്ഞൾ വെള്ളം മറക്കാതെ നിങ്ങൾ കുടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ സമയം തെറ്റിക്കരുത്. ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം അത് 3 ദിവസം ഫോളോ ചെയ്യുക. എന്തായാലും മാറ്റം വരും കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മരുന്നിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കണമെന്ന് വിചാരിച്ച് ചേർക്കരുത്. ഇതാണ് അതിൻ്റെ മരുന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഹെൽത്തി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്